ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മധുരയിലാണ്. ഇപ്പോൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തിറങ്ങും. ഞാനിപ്പോൾ ഇവിടുന്ന് പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. മധുരയിലെ അറപ്പാളയം ബസ് സ്റ്റാൻഡിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അറപ്പാളയം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കൊടൈക്കനാലിലേക്കുള്ള ബസ് കിട്ടുക. അറപ്പാളയം ബസ് സ്റ്റാൻഡാണിത്. കൊടൈക്കനാലിലേക്കുള്ള ബസ്സിലാണിപ്പോൾ. 100 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. രാവിലെ 9 മണിക്ക് അറപ്പാളയം ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന ബസ്സാണിത്. ബട്ട്ലാഗുണ്ട് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ബസ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും 56 കിലോമീറ്റർ ദൂരമുണ്ട് കൊടൈക്കനാലിലേക്ക്. മധുരയിൽ നിന്നും 114 കിലോമീറ്റർ ദൂരമാണ് കൊടൈക്കനാലിലേക്ക് ഉള്ളത്. കൊടൈക്കനാലിലേക്കുള്ള ചുരം ആരംഭിക്കുന്ന സ്ഥലത്ത് പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷമാണ് കടത്തിവിടുന്നത്. ചുരത്തിലൂടെ പോകുമ്പോൾ താഴെയായി മഞ്ഞളാർ ഡാമിന്റെ റിസർവോയർ കാണാം. ദൂരെ ഒരു വാട്ടർഫാൾസും കാണാം. ചുരത്തിൽ പല സ്ഥലങ്ങളിലും റോളിംഗ് ബാരിയർ സ്ഥാപിച്ചിട്ടുണ്ട്. ബസ് ചുരം കയറി കൊടൈക്കനാലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ബസ് ഇറങ്ങി കൊടൈക്കനാലിൽ. ഇനിയിപ്പോൾ ഒന്ന് റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വേണം സ്ഥലങ്ങൾ കാണാൻ പോകാം. ഇവിടെ സൈറ്റ് സീയിങ്ങിന് പോകണമെങ്കിൽ ടാക്സി വിളിക്കണം. ഇവിടെ ഓട്ടോറിക്ഷ ഇല്ല. കൊടൈക്കനാലിൽ ഓട്ടോ സർവീസ് ഇല്ല. ബസ് സ്റ്റോപ്പിൽ നിന്നും പരിചയപ്പെട്ട ഒരു ചേട്ടൻ്റെ കൂടെയാണ് ഇപ്പോൾ ബൈക്കിൽ പോകുന്നത്. അദ്ദേഹം എന്നെ റൂം ബുക്ക് ചെയ്ത ഹോട്ടലിൽ ഇറക്കി തന്നു. ബസ് സ്റ്റോപ്പിൽ നിന്നും 3 കിലോമീറ്റർ ദൂരമുണ്ട് ഹോട്ടലിലേക്ക്. ഈ ഹോട്ടലിലാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് വെറുതെ വൈകുന്നേരം ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഇവിടെ നമ്മൾ ബസ്സിന് വരികയാണെങ്കിൽ ഉള്ളൊരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണമെങ്കിൽ ടാക്സി വിളിച്ച് പോകണം. ഓട്ടോറിക്ഷ ഇല്ല. അപ്പോൾ ടാക്സിക്ക് ഒരാൾക്ക് 2000 രൂപയാണ്. അപ്പോൾ ഞാൻ നാളത്തേക്ക് ഇവിടെ ഒരു ട്രാവൽസിൽ ബുക്ക് ചെയ്തു. ഒരു ഗ്രൂപ്പ് ടൂറിലാണ്. അപ്പോൾ അതിന് ഒരാൾക്ക് 500 രൂപയാണ് ആവുക. ഫ്രഷ് കാരറ്റ്, ബീട്രൂട്ട്, മുള്ളങ്കി തുടങ്ങിയ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഊട്ടിയിലേതിന് സമാനമായ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും തന്നെയാണ് കൊടൈക്കനാലിലും ഉള്ളത്. ദിണ്ടിഗൽ ജില്ലയിലാണ് കൊടൈക്കനാൽ. സമുദ്രനിരപ്പിൽ നിന്നും 2100 മീറ്റർ ഉയരത്തിലാണ് കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത്. കൊടൈക്കനാൽ തടാകം കാണാൻ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ നടക്കുകയാണ്. ഈ തടാകത്തിനടുത്തായിരുന്നു ഞാൻ ബസ് ഇറങ്ങിയത്. മധുരയിലെ കലക്ടറായിരുന്ന സർ വെർ ഹെൻറി ലെവിങ്ങിന്റെ ഓർമ്മയ്ക്കായി 1863 അമേരിക്കയിൽ നിന്നുള്ള ബ്രിട്ടീഷ് മിഷണറിമാരാണ് ഈ തടാകം നിർമ്മിച്ചത്. ഉയരമുള്ള ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ സ്റ്റാറിന്റെ ആകൃതിയിലാണ് ഈ തടാകം കാണുക. തടാകം ചുറ്റിക്കാണാൻ ഇവിടെ നിന്നും സൈക്കിൾ വാടകയ്ക്ക് ലഭിക്കുന്നതാണ്. സാധാ സൈക്കിളുകളും 2 പേർക്ക് ചവിട്ടാവുന്ന ഇതുപോലെയുള്ള സൈക്കിളുകളും ഇവിടെ ലഭ്യമാണ്. കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിനടുത്തുള്ള 7 റോഡ് ജംഗ്ഷനാണിത്. അടുത്തടുത്തായി 7 റോഡുകൾ വന്നു കൂടിച്ചേരുന്നത് കൊണ്ടാണ് ഇതിന് 7 റോഡ് ജംഗ്ഷൻ എന്ന പേര് വന്നത്. 7 റോഡ് ജംഗ്ഷൻ അടുത്തുള്ള ബ്രെഡ് പേസ്ട്രി കോർണറാണിത്. പേസ്ട്രി വാങ്ങാൻ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പല ഫ്ലേവറുകളിലുള്ള പേസ്ട്രികൾ ഇവിടെ ലഭ്യമാണ്. ഞാൻ ഇവിടെ നിന്ന് ചായയും ചോക്ലേറ്റ് പേസ്ട്രി കേക്കും കഴിച്ചു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡാണിത്. ചെറിയൊരു ബസ് സ്റ്റാൻഡാണിത്. ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഫിഷ് മാർക്കറ്റ് കാണാനാണ് ഇനി പോകുന്നത്. റോഡ് സൈഡിൽ തന്നെയുള്ള ഫിഷ് മാർക്കറ്റാണിത്. വാവൽ എന്നാണ് ഈ മീനിന്റെ പേര്.
പാരീസ് കണമ്പ് എന്നറിയപ്പെടുന്ന ഈ മീനിന് കിലോയ്ക്ക് 350 രൂപയാണ് വില. അത്യാവശ്യം തിരക്കുള്ളൊരു ഫിഷ് മാർക്കറ്റ് ആണിത്. ഫിഷ് മാർക്കറ്റിനടുത്തായി തന്നെ മസാല പുരട്ടിയ ചിക്കൻ ഉന്തുവണ്ടിയിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. താഴെ തട്ടിൽ മസാല പുരട്ടിയ മീനുകളും കാണാം. ഇവ ഇവിടെ നിന്ന് കസ്റ്റമേഴ്സിന് പാകം ചെയ്തും അല്ലാതെയും കൊടുക്കുന്നുണ്ട്. കൊടൈക്കനാലിലെ മറ്റു കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.